ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാര റെസിപ്പീസ്. ഇപ്പോൾ ഇവിടെ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് നമ്മളുടെ ചിക്കൻ കോളിവടയാണ്. ഇതൊരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി നമ്മളുടെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് സ്മൂത്തായിട്ട് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളെടുക്കാം. അതിലേക്ക് 1 കിലോളം നമ്മുടെ ഇറച്ചി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഫിംഗർ ചിപ്സിനെ കരിയുന്ന പോലെ നേരിയതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടാണ് കേട്ടോ എടുത്തേക്കണം. 1 കിലോ എടുത്തിട്ടുണ്ട് ചിക്കൻ. ഇനി അത് നമുക്ക് ആ ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ചെറുനാരങ്ങയുടെ നീര് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില ചേർത്ത് അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ചാട്ട് മസാല ചേർക്കേണ്ട 1 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂണോളം നമ്മുടെ ആംചൂർ പൗഡർ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ബ്ലാക്ക് സോൾട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് 1/2 ടീസ്പൂണോളം. അതുപോലെ 1.5 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 നുള്ളു കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം നമ്മളുടെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി 1/2 ടീസ്പൂൺ നമ്മുടെ അജ്വൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓമമുണ്ടല്ലോ, നമ്മുടെ അയമോദകം എന്ന് പറയില്ല, അത് നന്നായിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ടിട്ടുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരണം. അതിലേക്ക് 2 നുള്ളു നമ്മുടെ സോഡാപ്പൊടിയും 1 ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഇറച്ചി നമ്മുടെ പൊടികളും നമ്മളുടെ പച്ചമസാലയും എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. തിരുമ്മി കൊടുക്കുക. നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക അതിലേക്ക്. ഇനി അതൊരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എത്ര കൂടുതൽ വെച്ചാൽ അത്ര നല്ല, എന്നാലും മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. ഇപ്പോൾ നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞയില്ല കേട്ടോ, മഞ്ഞ മാറ്റി വെച്ചേക്കണം. വെള്ള 2 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2-3 ഡ്രോപ്സ് നമ്മളുടെ ചുമന്ന കളർ റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് കളർ ഓപ്ഷനാണ്. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റെഡ് കളർ ചേർത്താൽ നല്ലൊരു കളർ കിട്ടും, അതിനു വേണ്ടിയാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 6 ടീസ്പൂണോളം നമ്മുടെ കോൺഫ്ലോറും അതുപോലെ ഒരു 8 ടീസ്പൂണോളം കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. ഇനി അത് നമുക്ക് നന്നായിട്ട് ചിക്കൻ്റെ മിക്സിലേക്ക് അത് ചേർത്ത് പിടിപ്പിക്കാം. നന്നായിട്ടത് ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബജിയെല്ലാം ഫ്രൈ ചെയ്യണ പോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളറാണ്, ഗോൾഡൻ ബ്രൗണൊക്കെ ആവണ വരെ നന്നായിട്ട് മീഡിയം ടു ലോ ഇതിലാണ് വെച്ചിരിക്കുന്നത്.
മീഡിയം ഇതിലാണ് വെച്ചിരിക്കുന്നത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് അകം വേഗമില്ല, പെട്ടെന്ന് അത് കറുത്തും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിക്കൻ പച്ചയാണല്ലോ, അപ്പോൾ അത് വെന്ത് കിട്ടണമെങ്കിൽ മീഡിയം ടു ഒരു ഇതിൽ വെച്ചിട്ട് വേണം, ലോ ടു മീഡിയം ഇതിൽ വെച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാൽ തീരെ ലോ മാറാതെ പിന്നെ എണ്ണ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഇതിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ, അതായത് അത്യാവശ്യം നന്നായിട്ട് വേകണ വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് നമ്മളൊന്ന് തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗം. പിന്നെ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യണതുകൊണ്ട് അത് പെട്ടെന്ന് ആയി കിട്ടും. ഷാലോ ഫ്രൈ ഒക്കെ ആണെങ്കിൽ അത് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതൊന്നും ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്കതൊരു പേപ്പറിലേക്ക് മാറ്റാം, അതായത് പ്ലേറ്റിൽ നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് മാറ്റാം. അപ്പോൾ ആ എണ്ണയെല്ലാം നമ്മുടെ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കും. അപ്പോൾ അതിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ബാക്കിയുള്ള ചിക്കൻ കൂടെ അതേപോലെ തന്നെ സെയിം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഒരു വെറൈറ്റി ആക്കിയിട്ടൊക്കെ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വല്ല നമ്മുടെ ഫങ്ഷൻ്റെ ടൈം വല്ല പെരുന്നാൾ അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ല. അപ്പോൾ ഇപ്പം നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചാട്ട് മസാല തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കോളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എന്താ പറയുക, പുതിന ചട്നിയാണ്, നമ്മുടെ പച്ചക്കളറുടെ എന്താണ് മല്ലിയിലയുടെ ചട്നിയാണ്, പുതിന ചട്നിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പുതിന ചട്നിയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഇത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, ചട്നിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 4-5 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും സെയിം നമ്മളെടുത്ത പോലെ തന്നെ സെയിം നമ്മളുടെ ചട്നിക്ക് വേണ്ടി എടുക്കേണ്ട. അതിലേക്ക് കുറച്ച് ഒരു പിടിയോളം നമ്മൾ എന്താ പറയുക പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 നുള്ള് നമ്മളുടെ ഇത് ബ്ലാക്ക് സോൾട്ടും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവോളയുടെ പകുതി കേട്ടോ, ഒരു സവോള, ചെറിയ സവോള ആണെങ്കിൽ ഒരു സവോള, വലുതാണെങ്കിൽ പകുതി മതി. പിന്നെ അതുപോലെ ഒരു ചെറിയ ടൊമാറ്റോ എടുക്കുന്നുണ്ട്. കുറച്ച് നമ്മളുടെ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കൊച്ചു കഷ്ണം പുളി, ഒരു 2-3 ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് നമുക്കത് ഒന്ന് അടിച്ചെടുക്കണം. ഐസ് ക്യൂബ് ഇടുന്നതെന്ന് വെച്ചാൽ നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അതൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മളുടെ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.